ഓക്കെ, 1786 അമെൻഡിങ് ആക്ട് ആണ് ഇനി നോക്കാൻ പോകുന്നത്. 84 ഫിറ്റ്സിന്റെ വരെയാണ് പറഞ്ഞത്. അപ്പൊ അതിന് ശേഷമുള്ള ആക്ടുകൾ നോക്കാം. ഇതിന് ശേഷമാണ് ചാർട്ടർ ആക്ട് ഒക്കെ വരുന്നത്. ഈ ഒരു ആക്ടിനെ പറ്റി പറയുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വ്യക്തിയുണ്ട്, ലോർഡ് കോൺവാലിസ്. നമുക്കറിയാത്ത ആളൊന്നുമല്ല കോൺവാലിസ്. അപ്പൊ 1780 എന്ന് പറയുമ്പോഴത്തേന് ഗ്ലോബലി ഒരു മേജർ ഇവന്റ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. 1783 അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അന്ന് അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ ആർമിക്ക് എതിരായിട്ട് ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ച ആളാണ് ലോർഡ് കോൺവാലിസ്. ആ യുദ്ധത്തിൽ ലോർഡ് കോൺവാലിസിന്റെ സൈന്യം തോക്കുകയാണ് ഉണ്ടായത്. അപ്പൊ തോറ്റതിന് ശേഷം ഇന്ത്യയിൽ ബംഗാളിലെ ഗവർണർ ജനറൽ ആയിട്ട് നിയമിക്കാൻ അദ്ദേഹത്തെ ക്ഷണിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ആള് ഇങ്ങനെ ഒരു പൊസിഷൻ ഏറ്റെടുക്കണമെങ്കിൽ 2 ഡിമാൻഡുകളാണ് മുന്നോട്ട് വെച്ചത്. എന്തൊക്കെയാണ്? കൗൺസിൽ, എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ട്. കൗൺസിലിന്റെ ഡിസിഷൻ, 3 പേരാണ് ഇപ്പൊ കൗൺസിലുള്ളത്. കൗൺസിലിന്റെ ഡിസിഷനെ മറികടന്നുകൊണ്ട് ഒരു തീരുമാനമെടുക്കാൻ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പവർ വേണം, അങ്ങനത്തെ പ്രിവിലേജ് വേണമെന്ന് ആവശ്യപ്പെട്ടു. മാത്രമല്ല കമാൻഡർ ഇൻ ചീഫും ഇനി മുതൽ ആള് തന്നെ ആയിരിക്കണം. ഗവർണർ ജനറലായ ഞാൻ തന്നെ ആയിരിക്കും കമാൻഡർ ഇൻ ചീഫും എന്ന് ഉള്ള ഈ 2 ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. ഇത് അംഗീകരിക്കുകയുണ്ടായി. ഈ ഒരു ആക്ടിന്റെ മേജർ പ്രൊവിഷൻസ് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഗവർണർ ജനറലും കമാൻഡർ ഇൻ ചീഫും ഒരാളാണ്. അപ്പൊ അത് ഏത് ആക്ടിലൂടെയാണ് അങ്ങനെ ഒരു സംഗതി വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കുക, 1786 ആക്ട് ആണ്. മറ്റ് ആക്ടുകളൊക്കെ നമ്മൾ ഓർക്കും, പക്ഷെ ഇത് ചിലപ്പോൾ വിട്ടുപോകും. അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ ഗവർണർ ജനറലിന് എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷൻസിൽ ഓവർ റൈഡിങ് പവർ. പിന്നെ ഗവർണർ ജനറലിനെ അപ്പോയിന്റ് ചെയ്യുന്നത് കിങ്ങിന്റെ അപ്രൂവലോട് കൂടിയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷൻ, ഇനി മുതൽ കിങ്ങിന്റെ അപ്രൂവൽ വേണ്ട. ഓക്കെ, അങ്ങനെ ഒരു കാര്യം കൂടി ഈ ഒരു ആക്ടിലൂടെ നടപ്പിലാക്കി. ഇത് 3ഉമാണ് ആക്ടിന്റെ മേജർ പ്രൊവിഷൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ആക്ടിന്റെ സിഗ്നിഫിക്കൻസ് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, 1784 പിറ്റ്സിന്റെ ആക്ടിലൂടെ ഒരു ബോഡി രൂപീകരിച്ചു, ബോർഡ് ഓഫ് കൺട്രോൾ. അതായത് ഇനി മുതൽ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ, സിവിൽ പൊളിറ്റിക്കൽ മാറ്റേഴ്സ് ഒക്കെ ഡീൽ ചെയ്യുന്നത് ബോർഡ് ഓഫ് കൺട്രോളും. അത് നിയമിക്കുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റ്. പിന്നെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ബോഡി എന്താണ്? കമ്പനിയുടെ ട്രേഡ് റിലേറ്റഡ് കാര്യങ്ങൾ നോക്കുന്നത്. അങ്ങനെ ഇങ്ങനെ 2 ബോഡി ഉണ്ടായ കാര്യമൊക്കെ നമ്മൾ 1784 പിറ്റ്സിന്റെ ആക്ടിൽ പറഞ്ഞു. ഈ 2 മാസ്റ്റേഴ്സിനെയും ഈക്വലി സെർവ് ചെയ്ത് എഫക്റ്റീവായിട്ട് റൂൾ ചെയ്ത ഒരു റൂളർ കൂടിയാണ്, ഒരു ഗവർണർ ജനറൽ കൂടിയാണ് ലോർഡ് കോൺവാലിസ് എന്ന് പറയുന്നത്. അത് മറ്റു പലർക്കും അങ്ങനെ സാധിച്ചിരുന്നില്ല. ഒരു കോൺഫ്ലിക്റ്റോ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനോ ഒക്കെ എപ്പോഴും ഉണ്ടായിരുന്നു, 2 മാസ്റ്റേഴ്സ് ഉള്ളത്. ഓക്കെ, പിന്നെ അതുപോലെ ലോർഡ് കോൺവാലിസിന് കിട്ടിയ പ്രത്യേക അധികാരം വെച്ച് അയാൾ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ ഒരുപാട് പരിഷ്കാരങ്ങളൊക്കെ വരുത്തി, ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ്, ഭരണ പരിഷ്കാരങ്ങളൊക്കെ നടപ്പിലാക്കി. ബംഗാളിലെ പെർമനന്റ് സെറ്റിൽമെന്റ് നടപ്പിലാക്കിയതും ഇങ്ങനെ കിട്ടിയൊരു പവറിലൂടെയാണ്. ഇതിൻ്റെ ഒരു ഡിഫക്റ്റ് പരിശോധിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു കൗൺസിലിനെ, എക്സിക്യൂട്ടീവ് കൗൺസിലിനെ മറികടന്ന ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിന്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്തം, അതിലെന്ത് സംഭവിച്ചാലും, ഓക്കെ, നല്ലതായാലും ചീത്തയായാലും എന്ത് സംഭവിച്ചാലും അതിന്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഗവർണർ ജനറലിനായിരിക്കും. ആ തീരുമാനം എടുക്കുന്ന ആൾക്കായിരിക്കും എന്നുകൂടി ഒരു ക്ലോസ് ഉണ്ട്. ആ ക്ലോസ് ആക്ച്വലി ഈ ഒരു ആക്ടിന്റെ ഒരു എഫക്റ്റീവ്നെസ്സിനെ അല്ലെങ്കിൽ ഒരു പവറിനെ, ഒരു സ്ട്രെങ്ത്തിനെ ഒക്കെ വീക്കൺ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ചെറിയ വീഡിയോ ആണ്. താങ്ക് യു.